വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സെൽഫ് കെയർ ലൈക്ക് ഒരു സ്കിൻ കെയർ ഹെയർ കെയർ ഒക്കെ ഒരു റുട്ടീനാണ് ചെയ്യാൻ പോകുന്നത്. ഇത് ഈ കാണിക്കുന്നത് ഞാൻ എന്നും ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ല, മിക്കവാറും വീക്ക്ലി വൺസ്. ഞാൻ മുമ്പൊക്കെ ലൈക്ക് വീക്ക്ലി ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോൾ പിന്നെ കുറച്ചും കൂടി അങ്ങനെയൊന്നും ചെയ്യാൻ തോന്നാറില്ല. ആൻഡ് ഫൈനലി ലൈഫൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടൈമിൽ ഐ തിങ്ക് ഇതാണ് ഒരു നല്ല ടൈം ഈ ഒരു കാര്യമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നൊരു പ്രൊഡക്റ്റീവ് ആയിട്ടൊരു വ്ളോഗ് കാണാം. ഓക്കെ, സോ വെൽക്കം ബാക്ക്. ആദ്യം തന്നെ നമുക്ക് ഹെയർ ഒന്ന് തുടങ്ങാം. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ നമ്മൾ ഈ സ്കിൻ കെയറിൽ നമ്മൾ കടക്കുന്നതിനെക്കാട്ടി മുന്നേ ഹെയർ ഒന്ന് സെറ്റ് ചെയ്ത് ഹെയർ കെയർ ഒക്കെ ചെയ്തങ്ങ് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ നമുക്ക് കുറച്ച് ടൈം വേണമല്ലോ. ഹെയറിൽ ഇപ്പം എണ്ണ തേച്ച് ഞാൻ പെട്ടെന്ന് പോയി കുളിക്കാൻ പറ്റില്ല. ലൈക്ക് ഒരു 2 hours എങ്കിലും അതൊന്ന് തലയിലൊന്ന് ഇരിക്കുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ഹെയറിൽ നമ്മൾ പിടിക്കാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ തലയിൽ എണ്ണ തേക്കുവാണെങ്കിൽ ഇപ്പോൾ രാവിലെ തേച്ചാൽ ഞാൻ വൈകുന്നേരം കുളിക്കുക. അപ്പോൾ അത്രയും നേരം തലയിൽ എണ്ണ വെച്ചുകൊണ്ടിരിക്കും. പക്ഷേ കുറേ പേര് പറയാറുണ്ട് അരമണിക്കൂർ കൂടുതൽ തലയിൽ എണ്ണ തേക്കാൻ പാടില്ല എന്നും പറയാറുണ്ട്. സോ അതിൻ്റെ ഒരു കറക്റ്റ് കാര്യം എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. സോ ഞാൻ എന്തായാലും ഇങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്. സോ നമുക്ക് എന്തായാലും ഹെയറിന് തുടങ്ങിയിട്ട് നമുക്ക് ഫേസും ഒക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹെയർ ഓയിലാണ് ഈ വിൽവയുടെ ഹെയർ ഗ്രോത്ത് ഓയിൽ. ഇത് ആക്ച്വലി ഗേൾസിന് മാത്രമല്ല ബോയ്സിന് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും, യൂണിസെക്സ് ആണ്. പക്ഷേ ഈ ഒരു ഓയിൽ ഇത് ആക്ച്വലി ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതെന്നല്ല കേട്ടോ, അത് എനിക്ക് ജെന്യൂനായിട്ട് തോന്നിയ റിവ്യൂ പറയുന്നതാണ്. കാര്യം ഒരു 2021 തൊട്ട് ഞാൻ ഈ ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ എത്രാമത്തെ ബോട്ടിൽ ഞാൻ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. പക്ഷേ ഈ ഒരു ചെറിയ ബോട്ടിൽ ഒരു 100 ml ബോട്ടിലാണ്. പക്ഷേ ഇത് കുറേ നാൾ നിൽക്കും. നമുക്ക് ആദ്യം ഹെയർ ഓയിലിൽ തന്നെ തുടങ്ങാം. ദാറ്റ് മീൻസ് നമുക്ക് അത് തന്നെ തലയിൽ തന്നെ തുടങ്ങാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മുടി ഓൾറെഡി ഞാൻ ജട കളഞ്ഞ് കെട്ടി വെച്ചിരിക്കുന്നതാണ്. സോ ഒന്ന് അഴിച്ച് നമുക്കൊന്ന് സെറ്റ് ചെയ്തിട്ട് ഹെയർ ഓയിൽ ചെയ്യാം. ഇതാണ് ഹെയർ ലുക്ക് ഗൈസ്. കണ്ട മുടി അയച്ചിട്ട് ഒരു ഗ്ലോ ആപ്പ് തന്നെ സംഭവിച്ച കണക്കായി. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നമുക്ക് ഹെയർ ഒന്ന് ഓയിൽ ചെയ്ത് സെറ്റ് ചെയ്യാം. സോ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. എനിക്കൊരു ഇത് തലയിൽ എണ്ണയൊക്കെ തേക്കുമ്പോൾ ഒരു രസം തോന്നുന്ന ഒരു പരിപാടിയാണ്. കണ്ടോ, നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതേപോലെ എണ്ണ ഇങ്ങനെ ആ ഒരു ഫില്ലറിലേക്ക് വരും. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യാനായിട്ട്. പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പിലേക്ക് ഇതേപോലെ ഈ ഒരു ഫില്ലർ ഈ ഒരു ഡ്രോപ്പർ ഉപയോഗിച്ച് നമ്മുടെ സ്കാൽപ്പിലോട്ടൊക്കെ എണ്ണ തേച്ച് കൊടുക്കുക എന്നുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ എത്തുകയും ചെയ്യും. നല്ലൊരു അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതേപോലെ സിറം ഒക്കെ യൂസ് ചെയ്തിട്ട് വെറുതെ അതിൻ്റെ ഡ്രോപ്പർ കളയുന്നുണ്ട്, ഇങ്ങനത്തെ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇത് ചെയ്ത് നോക്കാം. നിങ്ങൾ ഏത് ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്ന ആളാണെങ്കിലും ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും. സോ ഇനിയിപ്പോൾ നിങ്ങളിത് 2x-ലാണോ 3x-ലാണോ 4x-ലാണോ കാണാൻ പോകുന്നത് എനിക്കറിയില്ല. ബിക്കോസ് ഇത് മൊത്തം തലയിൽ എണ്ണ മൊത്തം തേക്കുന്നത് കാണിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോ ഒരു ദിവസം കൊണ്ടൊന്നും തീരത്തില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഒരു 2x-ലോ 3x-ലോ കണ്ടോളൂ. അങ്ങനെ നമ്മൾ ഞാൻ കുറേ നേരമൊക്കെ മസാജ് ചെയ്തിട്ടുണ്ട്. പിന്നെ വീട്ടിൽ ചെയ്യാനുള്ളതാണ്. നല്ല റിസൾട്ടുള്ളൊരു സംഭവമാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിലും ചെയ്യാം. ഇത് ഫ്രഷ്, ഞാൻ കാണിച്ചത് ഫ്രഷ് അലോവേറയാണ്. എൻ്റെ വീട്ടിൽ ഇതേപോലെ അലോവേറ ഉണ്ട്. സോ അതിങ്ങനെ ഇതെപ്പോഴും ഞാൻ ഉപയോഗിക്കാറില്ല. ചിലപ്പോൾ അലോവേറ ജെല്ല് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് അലോവേറ ജെല്ല് എനിക്ക് തോന്നിയിട്ടുള്ളത് വിൽവയുടെ അലോവേറ ജെല്ലാണ്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന അലോവേറ ജെൽ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കുന്ന അലോവേറ ജെല്ലാണ്. നല്ല ഓർഗാനിക് അലോവേറ ജെൽ. അപ്പോൾ ഇത് ജസ്റ്റ് അലോവേറ ജെൽ എടുത്തിട്ട് അതിൻ്റെ പൾപ്പ് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചതാണ് കേട്ടോ. വേറെ വെള്ളം ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. നമ്മുടെ ഒരു നാച്ചുറൽ അലോവേറ ജെൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെയാണ്. പിന്നെ അത് എന്തൊക്കെയോ പ്രോസസ്സിങ്ങിലൂടെയൊക്കെയാണ് നമ്മൾ കിട്ടുമ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ള ജെല്ല് പോലെ ഇരിക്കില്ല. ഒറിജിനലായിട്ട് നമ്മൾ വീട്ടിൽ നിന്നൊക്കെ എടുത്തിട്ട് ചെയ്യുമ്പോൾ അത് ആക്ച്വലി ഇതേപോലെയാണ് ഇരിക്കുക. അപ്പോൾ നമുക്കിനി ഇത് നമ്മുടെ ഹെയറിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്യും. നല്ല കൂളിംഗ് ആണ്. അത് മാത്രമല്ല അലോവേറ ജെൽ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. നമുക്കത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോഴത്തേക്ക് ഹെയർ ഗ്രോത്തിനൊക്കെ നല്ലതാണ്. ഹെയർ സ്മൂത്ത് ആവാനും ഫ്രിസ് കൺട്രോൾ ചെയ്യാനൊക്കെ നല്ലതാണ്. സോ നമുക്കിതൊന്ന് ഹെയറിൽ കംപ്ലീറ്റ്ലി അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ അലോവേറ ജെൽ എടുത്തിട്ടുള്ള ഒരു സാധനമാണ്. അതിനകത്ത് ഇനിയും കുറേ അലോവേറ ഉണ്ട്. സോ അത് ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ജസ്റ്റ് നമ്മുടെ മുടി വെച്ച് തന്നെ ഇങ്ങോട്ട് എല്ലാം അങ്ങോട്ട് എടുക്കാം.
ഒരു തുള്ളി പോലും നമ്മൾ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. അതൊക്കെ അത്ര ഓർഗാനിക് ആൻഡ് നാച്ചുറലായിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇതൊക്കെ തേച്ചിട്ട് ഷാമ്പൂ ചെയ്ത് കളയാൻ ഒരിക്കലും മറക്കരുത്. നമ്മൾ എണ്ണ തേച്ച് തലയിൽ നമ്മൾ സ്കാൽപ്പിൽ എണ്ണ തേക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഷാമ്പൂവും കൂടെ ചെയ്യണം. സോ ഇപ്പം എല്ലാം റെഡി ആയി കഴിഞ്ഞ് നമ്മുടെ ഹെയർ അവിടെ ഇരുന്ന് ഒന്ന് സെറ്റ് ആവട്ടെ. ആ ഒരു ഓയിലും നമ്മുടെ എന്താ പറയുക അലോവേറ ജെല്ലും എല്ലാം കൂടി ഒന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ ഹെയറിലോട്ടും ഒക്കെ ഒന്ന് ഇറങ്ങട്ടെ. അങ്ങനെയൊക്കെ ഇറങ്ങുമോ എനിക്കറിയില്ല. ആക്ച്വലി നമ്മുടെ റൂട്ടിലോട്ടൊക്കെ ഇറങ്ങി അതിങ്ങനെ വളർന്നു വരാൻ ചെടിയൊന്നും അല്ലല്ലോ. പക്ഷെ എന്തോ ശരി, അപ്പോൾ ശരിയായിരിക്കുമല്ലേ. എനിക്കിങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ചോദ്യങ്ങളൊക്കെ വരും. സോ നമുക്ക് അതൊക്കെ അങ്ങോട്ട് ലീവ് ചെയ്യാം. അപ്പം നമ്മുടെ ഹെയർ പരിപാടി കഴിഞ്ഞ് ഞാൻ പോയി കൈയെ കഴുകി. കാര്യം എന്താ പറയുക എണ്ണ കയ്യിലൊക്കെ ആയിരിക്കുകയെന്നല്ലോ, എണ്ണ അലോവേറ ജെല്ലൊക്കെ. അപ്പോൾ നമ്മൾ കൈ ഒന്ന് കഴുകി അതിന് ഫേസിലേക്കാണ് കിടക്കാൻ പോകുന്നത്. സോ ഫേസിൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതിനെക്കാട്ടി മുന്നേ ഫസ്റ്റ് നമ്മൾ ഫേസ് നല്ല വാഷ് ചെയ്യും. അപ്പോൾ ഞാൻ ഓൾറെഡി ഫേസ് വാഷ് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആയിട്ട് തന്നെ ഒരു എന്താ പറയുക ഫേസ് സ്ക്രബ് ചെയ്യാം. ഒരു ഫേസ് സ്ക്രബ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് ഇത് ഫേസ് സ്ക്രബ് ചെയ്യുന്ന ആൾക്കാർ ഡെയിലി ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കും. നമ്മൾ ഫേസ് സ്ക്രബ് ആക്ച്വലി നമ്മൾ ഡെയിലി ഒന്നും ചെയ്യാൻ പാടില്ല. ആയിക്കൊള്ളാം അല്ലേ. ഓക്കെ, നമ്മൾ ഫേസ് സ്ക്രബ് നമ്മൾ ഡെയിലി ചെയ്യാൻ പാടില്ല. നമ്മൾ വീക്ക്ലി വൺസ് എങ്ങാനൊക്കെ ചെയ്താൽ മതി. പക്ഷെ നമ്മൾ എനിക്ക് തോന്നുന്നു ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് ഇതേപോലെ നമ്മുടെ ഏജ് കൂടുന്ന അനുസരിച്ച് നമ്മൾ ഫേസ് സ്ക്രബിങ് നമുക്ക് വേണമെങ്കിൽ കൂട്ടിക്കൊണ്ടുവരാം. ലൈക്ക് വീക്ക്ലി ഒരു ട്രൈസ് ഒക്കെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ 20s ആണെങ്കിൽ ജസ്റ്റ് ഒരു ടൈമൊക്കെ നമ്മൾ സ്ക്രബ് ചെയ്താൽ മതി. അതായത് നമ്മുടെ സ്കിന്നിന് കുറച്ചും കൂടി നല്ലത്. ഇതൊരു നല്ല മൈൽഡ് സ്ക്രബാണ്. നമുക്ക് പിന്നെ ഭയങ്കരമായിട്ടുള്ള ഇതൊന്നും ഉപയോഗിക്കരുത് സ്കിന്നിന്. നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഫേസിലെ സ്കിന്നൊക്കെ ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഒരുപാട് എന്താ പറയുന്നത് ഇതേപോലത്തെ ഭയങ്കര ഈ ഗ്രാനുൾസ് ഉണ്ടല്ലോ ഈ സ്ക്രബിലെ, അത് ഭയങ്കര കുറച്ചും കൂടി ഹാർഷ് ആണെങ്കിൽ നമ്മുടെ സ്കിന്നിന് പെട്ടെന്ന് എന്താ പറയുക ചെറിയ മുറിവുകൾ വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഭയങ്കര ചെറുതാണ്. അത് മാത്രമല്ല അങ്ങനെ നമുക്ക് വേദന എടുക്കുകയോ അങ്ങനെ ഒന്നുമില്ല. നല്ലൊരു സ്ക്രബാണ്. എനിക്ക് പേഴ്സണലി നല്ല സ്ക്രബായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ സ്ക്രബ് മെയിൻലി യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡെഡ് സ്കിൻസിനൊക്കെ എക്സ്ഫോളിയേറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ്. കറക്റ്റായിട്ട് സ്ക്രബ് ചെയ്യേണ്ട എങ്ങനെയാണ് എന്നുള്ളൊരു ബ്ലോഗോ അങ്ങനെ എന്തോ ഗൂഗിളിൽ എന്തോ ഒരു ബ്ലോഗ് എന്തോ വായിച്ചതാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ. സംഭവം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്ക്രബ് ഇതേപോലെ ഏത് സ്ക്രബ് ആണെങ്കിലും നമ്മുടെ ഫേസിലേക്ക് നല്ലോണം അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റീം ചെയ്യുക. നമ്മുടെ ഫേസ് ഒരുപാട് നേരം നല്ല കുറച്ച് നേരം ഒന്ന് സ്റ്റീം ചെയ്യുക. എന്നിട്ടാണ് നമ്മൾ നല്ലോണം മസാജ് ചെയ്യേണ്ടത്. അപ്പോഴാണ് നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ നല്ലോണം എന്താ പറയുക എക്സ്ഫോളിയേറ്റ് ചെയ്ത് പോകാമെന്നാണ് അതിൽ കിടന്നിരിക്കുന്നത്. ആൻഡ് ഞാനത് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അത് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു വർക്കിംഗ് ആണ്. നമ്മുടെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ നല്ലോണം പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലൈക്ക് സ്ക്രബ് ചെയ്ത് മാറ്റാൻ പറ്റും. സോ അതാണ് നല്ലത്. ആൻഡ് ഞാനിപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് സ്റ്റീം ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്റ്റീം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ആൻഡ് അപ്പോൾ നല്ല രീതിയിൽ എഫക്റ്റ് ഉണ്ടാവും. ഓക്കെ, ഒരു സ്റ്റീമർ ഉണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടി എളുപ്പം. അതില്ലാത്തത് കൊണ്ട് നമ്മൾ എന്താ പറയുക വെള്ളം ജസ്റ്റ് തിളപ്പിച്ച് അതിൽ ആവി ജസ്റ്റ് കൊണ്ടാൽ മതി. ഒരുപാട് ഇത് ചെയ്യാൻ നിൽക്കേണ്ട. ജസ്റ്റ് നമ്മുടെ എന്താ പറയുക പോൾസ് ഒക്കെ ഒന്ന് ഓപ്പൺ ആവണം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി കിട്ടുമ്പോൾ കുറച്ചും കൂടി ഒന്ന് എന്താ പറയുക അപ്പോൾ പെട്ടെന്ന് നല്ലോണം ഡെഡ് സ്കിന്നൊക്കെ പുറത്ത് പോകും. ഓക്കെ, സോ അത് നമുക്ക് നല്ലോണം ആവി പിടിക്കാം. അങ്ങനെ ആവി പിടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം സ്ക്രബ് തേച്ച പോലെ പോലും അറിയുന്നില്ല. കാരണം അതൊക്കെ നല്ലോണം അബ്സോർബായി. അതുകൊണ്ട് ഇനി നമുക്ക് സ്ക്രബ് ചെയ്യാനായിട്ട് പറ്റില്ല. എന്നുവെച്ചാൽ നമുക്ക് മസാജ് ചെയ്യാൻ പറ്റില്ല. കാര്യം ഇതെല്ലാം ഭയങ്കര ഡ്രൈ ആയിപ്പോയി. അതുകൊണ്ട് ഞാനൊരു ടോണറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അതില്ലെങ്കിൽ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി. ഓക്കെ, എന്നിട്ട് ഒന്ന് കണ്ണു നോക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് നല്ലോണം ഇത് കണ്ടോ ടോണർ അടിച്ചപ്പോൾ ആ ഒരു ക്രീം ഇതായി വന്നുണ്ടോ. ഓരോരോ ശാസ്ത്രത്തിൻ്റെ ഓരോ വളർച്ച. ഇനി നമുക്ക് എന്തായാലും നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കാം. നല്ല സർക്കുലർ അപ്വേർഡ് മോഷനിൽ വേണം നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട്. നല്ലോണം സർക്കുലർ മോഷനിൽ ചെയ്യാം. എസ്പെഷ്യലി നമ്മുടെ നോസിൻ്റെ ഏരിയയിലൊക്കെ നല്ലോണം സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ബിക്കോസ് വൈറ്റ് ഹെഡ്സ് ഒക്കെ കൂടുതലും ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഏരിയാസിലൊക്കെ നല്ലോണം നമ്മൾ എന്ത് ചെയ്യുക സ്ക്രബ് ചെയ്യുക. നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ പോകും. ഓക്കെ, അങ്ങനെ നല്ലോണം സ്ക്രബ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇനി ഇതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഇപ്പം നിങ്ങൾ കാണാമെന്നായിരിക്കും സ്ക്രബൊക്കെ പോയെന്ന് വെച്ചാൽ ഞാൻ വാഷ് ചെയ്തിട്ടില്ല. ജസ്റ്റ് അതൊന്ന് ഡ്രൈ ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും പോയി വാഷ് ചെയ്തിട്ട് വരാം. ഓക്കെ, ചേട്ടാ ഞാൻ മുഖം കഴുകി വന്നിട്ടുണ്ട്. അയ്യോ, നല്ലോണം ഞാൻ തുടയ്ക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ സ്ക്രബിങ് എന്നൊരു സ്റ്റേജ് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ റിസൾട്ടാണിത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഫേസ് പാക്ക്. അപ്പോൾ നമ്മൾ എപ്പോഴും സ്ക്രബ് ചെയ്തിട്ട് ശേഷം നിങ്ങൾ സ്ക്രബ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്ക്രബ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഫേസ് പാക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അതല്ല സ്ക്രബ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഫേസ് പാക്ക് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. സോ ആരെങ്കിലും തിരിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ദ റൈറ്റ് വേ. ഓക്കെ,
അടുത്ത് നമ്മുടെ എന്താ പറയുക, ഇതൊരു ഫേസ് പാക്കാണ്. ഇതാണ് ഈ ഒരു നാച്ചുറൽ ഫേസ് പാക്കാണ് ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യുന്നത്. നല്ലോണം നല്ല ഇതാണ് കേട്ടോ, ടാനൊക്കെ പോകാനൊക്കെ ആണെങ്കിലും ഒക്കെ നല്ലതാണ്. ഇത് പ്രിപ്പയർ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. കുറച്ച് കസ്തൂരി മഞ്ഞൾ, അതേപോലെ തന്നെ അതിലേക്ക് കുറച്ച് തൈര്, അതേപോലെ ഹണി, ഇത്രയും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് റെഡിയാണ്. ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് പാക്കാണ്. നമുക്ക് എന്താ പറയുക, നമ്മുടെ ടാൻ മാറ്റാനും ഒക്കെ ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല തിക്ക് ഒരു കൺസിസ്റ്റൻസി, അത്യാവശ്യം ലൂസല്ല എന്നാൽ ഭയങ്കര തിക്കും അല്ല, അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം. ഓക്കെ, അയ്യോ ഇത് അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടി മുന്നേ മാല വരണമായിരുന്നു ഞാൻ അപ്പോഴേക്കും. എന്നാലും നമുക്ക് നല്ലോണം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനൊന്ന് അമ്മയുടെ സഹായത്തിനല്ല ഇത് ഊരിയിട്ട് വരാം ഗൈസ്. ഓക്കെ, വീഡിയോ ഒന്ന് ചെറുതായിട്ട് ഓൺ ചെയ്യാൻ മറന്നുപോയി. അപ്പോഴേക്കും ഞാൻ ഇത്രയും തേച്ചു. ഞാൻ വലിയ കാര്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഫേസിൽ പാക്ക് അപ്ലൈ ചെയ്തപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഞാൻ വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഞാൻ കുഴപ്പമില്ല എന്നാൽ ഒന്നുമില്ല, പ്രത്യേകിച്ച് ഇങ്ങനെ ഒന്ന് തേച്ച് നല്ലോണം ഒന്ന് സെറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, പക്ഷെ എന്നാലും അതൊരു വിഷമകരമായ സാഹചര്യമാണ് ഗൈസ്. നമ്മൾ ഇത്രയും നേരം വീഡിയോ ഓണാണ് എന്ന് തെറ്റിദ്ധരിച്ച് വീഡിയോ എടുക്കുന്നത്. നമ്മൾ ഫോൺ ചാർജിൽ ഇട്ടിട്ട് സ്വിച്ച് ഓൺ ചെയ്യാൻ മറന്നു പോകുന്നതിൻ്റെ സെയിം ഒരു ഫീലിംഗ് തന്നെയാണ്. അയ്യോ, കഴുത്തിലും കൂടെ തേക്കാം. ഓക്കെ, അങ്ങനെ എന്താ ഞാൻ കഴുത്തിലും മുഖത്തും ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫേസ് പാക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ ഇതാണ് കോമൺലി യൂസ് ചെയ്യാറ്. എനിക്ക് കുറച്ചും കൂടെ നല്ല റിസൾട്ട് കിട്ടുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് ഏതാണ് വർക്ക് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ എപ്പോഴും സ്ക്രബ് ചെയ്തതിന് ശേഷം പാക്ക് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്ക് 20 മിനിറ്റ്സ് ഇത് നമുക്ക് ഇതേപോലെ അങ്ങ് ഇട്ടേക്കാം. നല്ലോണം ഡ്രൈ ആയതിനു ശേഷം നമുക്ക് വാഷ് ചെയ്യാം. ഓക്കെ, 20 മിനിറ്റ്സ് കഴിഞ്ഞ് കാണാം. ബൈ. ആഫ്റ്റർ 20 മിനിറ്റ്സ്, 20 മിനിറ്റ്സ് കൂടുതലായെന്ന് തോന്നുന്നുണ്ട്. എന്നാലും ഫുള്ളി അങ്ങ് ഡ്രൈ ആയി പോയിട്ടില്ല. അപ്പോൾ ഇതാണ് ആക്ച്വലി കറക്റ്റ് ഒരു ടൈം. നമുക്ക് ഈ പാക്ക് ഇപ്പോൾ ഏതൊരു ഫേസ് പാക്ക് ഇട്ടുള്ളത് വാഷ് ചെയ്ത് കളയുന്ന കറക്റ്റ് ഒരു ടൈം ഇതാണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് അങ്ങ് ഡ്രൈ ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ 20 മിനിറ്റ്സ് കൊണ്ട് എങ്ങനെയാണോ നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ചെയ്യുന്നത് അത് മതി. ഇനി ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കഴിയുക, അത്രേ ഉള്ളൂ. അപ്പോൾ അറൗണ്ട് ഈ ഒരു ഹോൾ പ്രോസസ്സ് നമ്മൾ ഈ പറയുന്ന തലയിലൊക്കെ ഇപ്പോൾ എണ്ണയൊക്കെ തേച്ച് ഈ എണ്ണയും എന്താ പറയുക നമ്മുടെ അലോവേറ ജെല്ലൊക്കെ ഞാൻ തേച്ച് വെച്ചാൽ ഇപ്പോൾ ആക്ച്വലി അതൊക്കെ പിടിച്ചു അങ്ങനെ ഉണങ്ങി വരുന്നത്. ഇപ്പം നനവൊന്നും അധികം അറിയുന്നില്ല. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് നല്ലൊരു കുളിയും കൂടെ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ സെറ്റാണ്. അപ്പോൾ നമുക്ക് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് ലൈക്ക് ഞാൻ ഹെയറിൽ യൂസ് ചെയ്യുന്ന ഷാംപൂ കണ്ടീഷണർ ഏതാണെന്ന് കാണിച്ചു തരാം. ആൻഡ് ഓൾസോ ബോഡി കെയർ ആയിട്ട് നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ഷവറൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് കാണാം. ഓക്കെ, അങ്ങനെ ഞാൻ കുളിച്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഞാനാണെങ്കിൽ ഈ ഇടയ്ക്കാണ് ഈ പറഞ്ഞ നൈക്കയുടെ ഈ ഒരു ബോഡി വാഷ് വാങ്ങിച്ചത്. അതൊരു ഫ്രഞ്ച് ലാവൻഡർ ഫീൽഡ്സ് എന്ന് പറഞ്ഞൊരു ഫ്രേഗ്രൻസ് ആണ്. ഓ എൻ്റെ അമ്മ എന്ത് മണം അതിന്! ഞാൻ റെക്കമെൻഡ് ചെയ്യും. എനിക്കാണെങ്കിൽ അധികം എല്ലാ മണവും ഇഷ്ടപ്പെടാറില്ല. ഞാൻ ഡൗട്ട് അടിച്ചിട്ടാണ് അത് മേടിച്ചത്. പക്ഷേ അടിപൊളി സ്മെല്ലാണ്. നിങ്ങൾ ലൈക്ക് ഒരു ബോഡി വാഷ് വാങ്ങാൻ നിൽക്കുന്നെങ്കിൽ ഒരു തവണ ഒന്ന് നൈക്കയുടെ ആ ഒരു ലൈക്ക് ലാവൻഡർ, ഫ്രഞ്ച് ലാവൻഡർ എന്ന് പറഞ്ഞൊരു ഒരു ഫ്രേഗ്രൻസ് ആണ്, അതൊന്ന് ട്രൈ ചെയ്യും. നല്ല മണമുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ എന്തായാലും കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഹെയർ കെയർ എന്താ പറയുക, ഹെയർ കെയർ ഇതാ ഷാംപൂ കണ്ടീഷണറൊക്കെ ഞാൻ കാണിച്ചു. അങ്ങനെ ബോഡിയൊക്കെ സ്ക്രബ് ചെയ്ത് നല്ലൊരു ഫുൾ എന്താ പറയുക ഒരു ഭയങ്കര ഒരു ഇത് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ഈ ഒരു വീഡിയോ കണ്ടിട്ട് എല്ലാ ദിവസവും എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെയൊന്നും ഇല്ല. ആക്ച്വലി നമ്മൾ ചില ദിവസങ്ങളിൽ ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിരിക്കും അല്ലേ, നമുക്ക് എന്ത് ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവും. അങ്ങനെയുള്ള ദിവസങ്ങളിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, ഇതേപോലെയൊക്കെ ചെയ്ത് അടിപൊളിയായിട്ടിരിക്കുക. അല്ലാതെ ചില ദിവസങ്ങളിൽ ഭയങ്കര ലോ ആയിട്ട് ഒന്നും ചെയ്യാനായിട്ട് തോന്നില്ല. ആ ടൈമിൽ ഇറ്റ്സ് ഓക്കെ, ബട്ട് അങ്ങനെ അങ്ങ് പോരുത്. നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മൾ ഇതേപോലെ നമുക്ക് തന്നെ ഒരു സെൽഫ് പാമ്പറിങ് ഒക്കെ കൊടുത്തൊന്ന് സെറ്റായി കൊണ്ടുവരാം. അപ്പോൾ ലൈക്ക് ഇപ്പം എനിക്ക് ഐ ഫീൽ സോ ഫ്രഷ്, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒരു മോയ്സ്ചറൈസറും കൂടെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടി മുന്നേ ഞാൻ ടോണർ അടിക്കാറുണ്ട്. ഇത് പ്ലമ്മിൻ്റെ ടോണറാണ്. അയ്യോ കണ്ണിപ്പോയി.
കണ്ണിപ്പോലും വലിയ കുഴപ്പമൊന്നുമില്ല, നീറില്ല, പക്ഷെ പെട്ടെന്ന് അടിച്ചങ്ങ് ഇടുമ്പോൾ എന്തോ ഒരു ഇത്. അതൊരു മോയ്സ്ചറൈസർ, ഡോട്ട് ആൻഡ് ഗിയുടെ മോയ്സ്ചറൈസറാണ്. ഇതിന് മുന്നും ഞാൻ ഈ മോയ്സ്ചറൈസർ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, ഞാൻ ഇതിൻ്റെ ഒരു റിവ്യൂ തന്നെ, നോൺ സ്പോൺസേർഡ് റിവ്യൂ തന്നെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇതും ഒരുപാട് തവണ എന്താ പറയുക യൂസ് ചെയ്തിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഒരു ഐറ്റമാണ് ഈ ഒരു മോയ്സ്ചറൈസറും. എൻ്റെ സ്കിന്നിന് അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ഇട്ട് നല്ലോണം നമുക്കൊന്ന് ഫേസ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാം. കാര്യം സ്ക്രബൊക്കെ ചെയ്തതല്ലേ, അപ്പം നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസേഷനാണ് ഇനി ആവശ്യം. ഫേസൊക്കെ മോയ്സ്ചറൈസ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ലിപ് ബാമും കൂടി ഇടാം. അപ്പോൾ സെറ്റാണ്. ഓക്കേ, എന്താ പറയുക, എന്തോ ഒരു ഭയങ്കര സമാധാനം ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളി ഒരു സെൽഫ് കെയർ ഡേ ആയിരുന്നു. എനിക്കിഷ്ടമായി. ബോഡി മിസ്റ്റും കൂടെ അടിക്കാം. ഫുൾ എന്തായാലും ഇത്രയൊക്കെ ആയതല്ലേ, ഇനി ഇതായിട്ട് കുറയ്ക്കണ്ട. ഇവിടെയൊക്കെ അടിക്കണം എന്നാണല്ലോ. ഗൈസ്, ഇതിൻ്റെ മണം, എനിക്ക് ഇതിൻ്റെ ഒരു മണം കഴിഞ്ഞിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്മെല്ലാണ് ഞാൻ പറഞ്ഞ നൈക്കയുടെ ആ ഒരു ബോഡി വാഷിൻ്റെ സ്മെല്ല്. എന്തായാലും ഇത് അടിപൊളി ഒരു പെർഫ്യൂമാണ് ഗൈസ്. ഇതിൻ്റെ സ്മെല്ല് അഡിക്റ്റ് ആക്കുന്നൊരു മണമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇപ്പം മൊത്തത്തിൽ അങ്ങോട്ട് റിഫ്രഷ്ഡ് ആയി. സോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ എന്തായാലും ഭയങ്കര റിഫ്രഷ്മെൻ്റ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് സെൽഫ് പാമ്പർ ഡേ നിങ്ങൾക്ക് വേണ്ടി ഗിഫ്റ്റ് ചെയ്യൂ. ബിക്കോസ് ഇത് ഉറപ്പായിട്ട് നമുക്ക് അതിനകത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഗിഫ്റ്റ് ആയിരിക്കും ഈ ഒരു സെൽഫ് കെയർ, സെൽഫ് പാമ്പറിങ് ഡേ ഒക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.